ഫ്രണ്ട്സ്, അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്താന്ന് വെച്ചാൽ അത് കണ്ടില്ലേ, ഹെയർ ആണ്, ഹെയർ കട്ടിംഗ് ആണ്. അപ്പൊ ദേ ഇതേപോലെ 3 ടൈ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം. ഫസ്റ്റ് എല്ലാം കൂടി ഒപ്പം കൂട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെട കളയാനായിട്ട്. എന്നാലേ നമുക്ക് വകച്ചിലെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ മുടി രണ്ട് സൈഡൊക്കെ ഇട്ട് ഞാൻ നോക്കി വെട്ടിയത് എങ്ങനെയാണ് സെറ്റ് ആയോ എന്നൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് മുടി വെട്ടുന്നത്. സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതുവരെ ഒന്നും കുറെ വീഡിയോസ് ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. 2-3 വീഡിയോസ് ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടാണ് അപ്പൊ ഈ മുടി വെട്ടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാഫ് പോർഷൻ ആണ് എടുക്കുന്നത് കേട്ടോ. ഹാഫ് പോർഷൻ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നേരത്തെ ചെയ്തതുമാതിരി റബ്ബർ ബാൻഡ് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുക മുടി വെട്ടണം എന്ന്. പക്ഷെ എങ്ങനെ വെട്ടും, ഏത് രീതിയിൽ വെട്ടും, ഞാൻ വെട്ടിയാൽ എങ്ങനെയാകും എന്നുള്ള ഒരുപാട് ചിന്തകളൊക്കെ എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ചു അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് വെട്ടാൻ തീരുമാനിച്ചു. അതിനുശേഷം 2-3 വീഡിയോസ് എല്ലാം നോക്കി. അപ്പൊ ആ ഒരു ലെവലിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ മുടി വെട്ടുന്നത് കേട്ടോ. അപ്പം മുടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കായിരുന്നു. അത് ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മള് മറ്റേ ഹാഫ് പോർഷൻ എടുത്തിട്ട് നമ്മള് കെട്ടുവാണ് കേട്ടോ. അപ്പം 2 റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടണം, എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. എനിക്കാണെങ്കിൽ ഓരോ തവണ മുടി വെട്ടുമ്പോഴും എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം വെട്ടിക്കഴിഞ്ഞിട്ട് എന്താകും, മുടി എന്നുള്ള സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ വരാനായിട്ട് ഒരുപാട് സമയം എടുക്കുമല്ലോ. സോ എന്താകും, എങ്ങനെ ആകും എന്നൊക്കെ ഉള്ള ഒരു കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് നാളായി ഇത്രയൊക്കെ വെട്ടി കുറച്ചിട്ട്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുടി വെട്ടാറുണ്ടെങ്കിലും ഞാൻ ഇറക്കം മാത്രമേ വെട്ടാറുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയിട്ടാണ് ഞാൻ ഒരു വിധത്തിൽ കട്ട് ചെയ്തത്. നിങ്ങക്ക് എന്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാകും. അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് മുടി വെട്ടുവാണ്. അങ്ങനെ മുടി വെട്ടില്ല, വെട്ടിയില്ല എന്നുള്ള ലെവലില് അങ്ങ് വെട്ടിയെടുത്ത്. ഹോ, എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. അങ്ങനെ ഞാൻ മുടിയൊക്കെ അഴിച്ച് ഇനിയും മുടിയൊക്കെ ഒന്ന് നോക്കി. ഒയ്യോ, എന്റെ പൊന്നോ, മുടി വെട്ടിയപ്പോ എനിക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ പോലെയായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോയിട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മുടി വെട്ടി ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ട് കുറെ അങ്ങ് മുടി വെട്ടിപ്പോയാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ എന്റെ മുടിയൊക്കെ പോയി, അയ്യോ എന്നുള്ള ലെവലിൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ആയി, എന്തായാലും വെട്ടി കുളവായി, എന്നാ പിന്നെ ഇത് തുടങ്ങി വെച്ചത് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാന്ന്. അങ്ങനെ ഞാൻ അതെടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മുടിയെല്ലാം എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ട് പിന്നെ വകച്ചിലെടുക്കാനായിട്ട് തുടങ്ങിയിട്ടാ. അങ്ങനെ ഞാന് നമ്മളെ പിരികില്ലേ, പിരികത്തിന്റെ ആ ഒരു സൈഡിൽ നിന്നാണ് വകച്ചിലെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു ട്രയാങ്കിൾ പോലെയാണ് എടുക്കുന്നത് കേട്ടോ. അതായത് മുകളിലോട്ട് ഒരു കോർണറിലേക്ക് ഇങ്ങനെ ഒരൊറ്റൊരു സൈഡിലായിട്ട്, അങ്ങനെ 2 സൈഡിൽ നിന്നും കൂടി ആയിട്ട് മുകളിലേക്ക് ഒരൊറ്റൊരു ഇതിലേക്ക് അങ്ങനെ പോയിന്റ് ചെയ്തിട്ടാണ് ഞാൻ വകച്ചിലെടുത്തേക്കണം. പിന്നെ ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ട് തന്നെ വകച്ചിലെടുക്കാൻ കുറച്ച് അത്യാവശ്യം ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ സെന്റർ ഇതുവരെ എടുക്കാറില്ല. അപ്പൊ സൈഡാണ് എപ്പോഴും എടുക്കണം. അതുകൊണ്ടിട്ട് മുടി പിടിച്ചാൽ കിട്ടാത്തൊരു മുടിയായിരുന്നു എൻ്റെത്. കാരണം സൈഡ് മാത്രം എടുത്തെടുത്ത് അങ്ങടുക്കായി കിടക്കണോണ്ട് എനിക്ക് വകച്ചെടുക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറെ ടൈമും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി. പിന്നെ ഏറ്റവും അവസാനം ട്രയാങ്കിൾ നമുക്ക് സെറ്റായി, എല്ലാം സെറ്റായി, ട്രയാങ്കിളൊക്കെ കിട്ടി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് ഒരു റബ്ബർ ബാൻഡ് മുകളിൽ ഇട്ട് കൊടുത്ത് പിന്നെ ഒരെണ്ണം താഴെ ഇട്ട് കൊടുത്ത് അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റാക്കി വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ നിന്നിട്ടാ. അപ്പം എന്റെ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഇടാനുണ്ട്. അപ്പൊ ബാക്കിലെ മുടി ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ. പിന്നെ അതേ രണ്ടാമത്തെ റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ റബ്ബർ ബാൻഡും കൂടി ഇട്ട് കഴിഞ്ഞ് ഇനി കത്രിക എടുത്ത് നമുക്ക് മുടി വെട്ടാട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ മാക്സിമം കുറെ അധികം ഇറക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് പേടി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി, മനസ്സിലായാ? നമുക്ക് മനസ്സിലാവല്ലോ മുടി വെട്ടണ ആ ഒരു അവസ്ഥ എന്താന്ന്. അയ്യോ, അങ്ങനെ അത് വെട്ടി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, അതേ നോക്ക്, അയ്യോ എന്റെ കിളി മുഴുവൻ പോയി. കാരണം ഞാനിപ്പോ കുറേ ആയിട്ടാണ് ഇങ്ങനെ ഷോർട്ട് ഹെയർ, ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഷോർട്ട് ഹെയർ അങ്ങനെ അധികം വെട്ടി ഇടാറില്ല. കുറേ ആയി ഞാൻ ഇങ്ങനെ മുടി വെട്ടിയിട്ട്. അപ്പൊ ഞാനിപ്പോ വെട്ടിയെല്ലാം പിടിച്ചു വന്നപ്പോണ്ട് അതേ കണക്ക് ഷോർട്ട് ഹെയർ ഫ്രണ്ടിൽ വന്ന്
ഞാനാകെ ഈയിടമായി പോയി. ഇനിയിപ്പോ എനിക്ക് മുകളിലോട്ട് മുടിയൊക്കെ പൊക്കി കെട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. കാരണം ഈ ചെറിയ മുടി ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കിടക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. പക്ഷെ എന്നാലും ഇട്ടിട്ട് വലിയ വൃത്തികേടൊന്നുമില്ല. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ അധികം ലെങ്ത് ഒന്നും കുറഞ്ഞില്ല. പക്ഷെങ്കിൽ തിക്നെസ് ഇച്ചിരി അത്യാവശ്യം പോയി. കാരണം എന്ന് വെച്ചാൽ മുടി അത്യാവശ്യം ഞാൻ ഈ കുഞ്ഞി മുടി ഫ്രണ്ടിലേക്കൊക്കെ വെട്ടിയ അതിന്റെയൊക്കെ ഭാഗം വെട്ടി കളഞ്ഞുകൊണ്ടിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ പോയി. അത് കാരണം ആകെ സങ്കടവും ഉണ്ട്. പിന്നെ കുറച്ച് വൃത്തി ഉണ്ടാന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. അപ്പൊ അതെ ഇത്രയേ ഉള്ളൂ നമ്മളെ ഹെയർ കട്ടിങ് വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാ കുട്ടികൾക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ.